വാർത്തകൾ വിശദമായി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് 10 കോടിയിലേറെ രൂപയുടെ കരട് പദ്ധതി രേഖ തയ്യാറായി. വികസന സെമിനാർ പദ്ധതി രേഖയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി അടുത്ത സാമ്പത്തിക വർഷത്തിൽ 10 കോടി 18 ലക്ഷം രൂപയുടെ വികസന പദ്ധതികളാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കരട് പദ്ധതി രേഖയ്ക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി. ഉത്പാദന മേഖലയ്ക്ക് 1.5 കോടി രൂപയും ഭവന പദ്ധതികൾക്ക് 1.25 കോടി രൂപയും ചെലവഴിക്കുവാനാണ് നിർദ്ദേശം. 7 കോടി രൂപയുടെ വനിതാ ഘടക പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. വികസന സെമിനാറിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. ഗ്രാമസഭയിൽ ചർച്ച ചെയ്തെടുത്തിട്ടുള്ള നിരവധി പദ്ധതികൾ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇന്നത്തെ വികസന സെമിനാറിനോടുകൂടി ഇതിലേതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അന്തിമ പട്ടികയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് 2025-26 വാർഷിക പദ്ധതിക്ക് അംഗീകാരമാകുന്ന പ്രക്രിയയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സംസ്ഥാനത്ത് വേറിട്ട സ്വഭാവമുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. 10 പഞ്ചായത്തുകളും 15ഓളം ആദിവാസി ഊരുകളുമുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഒട്ടേറെ ആളുകൾ കാർഷിക വൃത്തിയിൽ മാത്രം വരുമാനം കണ്ടെത്തി ജീവിക്കുന്നവരും അതോടൊപ്പം തന്നെ ഏകദേശം 4000ഓളം കുടുംബങ്ങൾ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും നിരവധി പട്ടികജാതി കോളനികൾ ഫീസിബിളായുള്ള ഏറ്റവും കൂടുതൽ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെസി സാജു, ഗോപി മുട്ടത്ത്, കാന്തി വെള്ളക്കയ്യൻ എന്നിവരും സാലി ഐബ്, ജെയിംസ് കോറമ്പേൽ, നിസാമോൾ ഇസ്മായിൽ, ആനിസ് ഫ്രാൻസിസ്, TK കുഞ്ഞുമോൻ, ലിസി ജോസഫ്, CO അമിത, MS സിദ്ദീഖ്, MS മനോജ്, KR രാജേഷ്, ആൽബി ജോർജ് എന്നിവരും പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുമുള്ള CPM-ന്റെ കാൽനട പ്രചരണ ജാഥ കവളങ്ങാട് ഏരിയയിൽ പര്യടനം തുടരുന്നു. നേര്യമംഗലത്തു നിന്നും ആരംഭിച്ച ജാഥ ബുധനാഴ്ച പൈങ്ങോട്ടൂരിൽ സമാപിക്കും.